ഹായ് ഗായ്സ്, നെറ്റ്ഫ്ലിക്സിൽ ഇന്നലെ റിലീസായ ഹിന്ദി ഫിലിം ഷെയ്ത്താൻ ഈ വർഷം അത്യാവശ്യം കളക്ട് ചെയ്ത ഒരു ഹിന്ദി പടത്തിലൊന്നാണ് ഇത്. വളരെ ചുരുക്കം സിനിമകളെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഫൈറ്ററാണ് ടോപ്പ് ഗ്രോസിങ്. അത് കഴിഞ്ഞിട്ട് ഷെയ്ത്താനാണ് വന്നിരിക്കുന്നത്. ഷെയ്ത്താനിൽ അഭിനയിച്ചിരിക്കുന്നത് അജയ് ദേവ്ഗൺ, മാധവൻ, ജ്യോതിക, പിന്നെ ജാനകി ബൊഡിവാല. സോ ഇതൊരു ഗുജറാത്തി ഫിലിമിൻ്റെ, വൻഷ് എന്ന് പറയുന്ന ഗുജറാത്തി ഫിലിമിൻ്റെ ഒരു റീമേക്കാണ്. സൂപ്പർ നാച്ചുറൽ ഹൊറർ ഫിലിം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓൾറെഡി ട്രെയിലറിൽ അവർ ആ കഥയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ആൻറ്റിസിപ്പേഷനിൽ തന്നെയാണ് നെറ്റ്ഫ്ലിക്സിൽ ഇന്നലെ സിനിമ കാണാനിരുന്നത്. 2 hour 8 minutes ഉള്ളൂ. ആൻഡ് ഡ്യൂറേഷൻ വളരെ കുറവായതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായിട്ട് കണ്ടിരിക്കാൻ പറ്റി. എസ്പെഷ്യലി മാധവൻ അവരുടെ ഫാം ഹൗസിൽ വന്നതിന് ശേഷം ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സും കാര്യങ്ങളും ഗംഭീരമായിട്ട് തന്നെ ഫീൽ ചെയ്തു. അത് നല്ല ഒഴുക്കിൽ തന്നെ പോകുന്നുണ്ടായിരുന്നു അതിൻ്റെ സ്ക്രീൻ പ്ലേയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന, അതായത് ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് വരെയുള്ള കുറച്ച് ഭാഗങ്ങൾ കുറച്ച് ഓവർ ഡൺ ആയിട്ട് തോന്നുകയും പിന്നെ എന്താ പറയുക, കുറച്ച് ഡ്രാഗ് ഫീൽ ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന, അതായത് വീക്കെൻഡിൽ നമുക്ക് വെറുതെ സമയം കളയാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് സിനിമയാണ് ഷെയ്ത്താൻ. അതിലൊരു സംശയമില്ല. സിനിമ പറഞ്ഞു പോകുന്നത് ബ്ലാക്ക് മാജിക്കും വശീകരണം അങ്ങനത്തെ കാര്യങ്ങൾ, ഒരു പവർ ബേസ്ഡ് ആയിട്ടുള്ള സംഗതിയാണ്. പക്ഷെ അതിൻ്റെ ഒരു ഒറിജിനിലേക്കോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കൺക്ലൂഷനിലേക്കോ സിനിമ പോകുന്നില്ല. ആ ഒരു സെഗ്മെൻറ്റ് വന്നു കഴിയുമ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവർ കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻഡ് കൂടുതൽ ഇതിൽ ഒന്നും പറയാനില്ല. കാര്യം നിങ്ങൾക്ക് ആ ഒരു രസം പോകും സിനിമയുടെ. അത് ഓൾറെഡി ട്രെയിലറിലുണ്ട്. നിങ്ങൾ ട്രെയിലർ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സിനിമയെ പറ്റിയുള്ള ഒരു ഐഡിയ കിട്ടും. അതല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ഇറ്റ്. അപ്പോൾ ആ ഒരു ഫീല് കിട്ടും. പിന്നെ പെർഫോമൻസസിലേക്ക് വരുമ്പം അജയ് ദേവ്ഗണിൻ്റെയും ജ്യോതികയുടെയും മകളായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആ കുട്ടി, ജാനകി ബോഡിവാല എന്നാണ് പേരും തോന്നുന്നു. ഈ കുട്ടി തന്നെയാണ് ഗുജറാത്തി വേർഷനിലും ആ റോൾ അഭിനയിച്ചിരിക്കുന്നത്. അത് വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് മാധവൻ്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. അത് ക്ലൈമാക്സിനോടടുത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഓവർ എക്സാഗറേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും വീടിനകത്തുള്ള സെഗ്മെൻ്റൊക്കെ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ജ്യോതികയും നല്ല രീതിയിൽ തന്നെ ഇമോഷൻസ് കൺവേ ചെയ്തിട്ടുണ്ട്. അജയ് ദേവ്ഗൺ ആസ് ഓൾവേസ് ഒരു ആക്ഷൻ ഹീറോയാണ്. ആക്ഷൻ ഹീറോയെ കൊണ്ട് ഇവിടെ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു പരിപാടികളുണ്ടല്ലോ, അപ്പം അതങ്ങനെ ആ രീതിക്ക് പോകുന്നുണ്ട്. എന്നാലും പെർഫോമൻസ് വൈസ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ കുട്ടിയുടെയും മാധവൻ്റെയാണ്. മ്യൂസിക് ഇറ്റ്സ് ഓക്കെ, മ്യൂസിക് ഓക്കെയാണ്. ആ ഒരു ഒഴുക്കിന് പോകുന്ന സംഗതികൾ തന്നെയാണ് ചെയ്തേക്കുന്നത്. ആ ഒരു മൂഡ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി വൈസും ഒക്കെ ഓക്കെയാണ്. സിനിമാറ്റോഗ്രാഫി ഒന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. കാര്യം ഇത് ഓൾറെഡി തിയേറ്ററിൽ വിജയമായി വന്ന സിനിമയാണ്. ഞാനിപ്പോൾ OTT കണ്ടതുകൊണ്ട് എൻ്റെ ഒപ്പീനിയൻ ഷെയർ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടും ഒരു വീക്കെൻഡ് വാച്ച്, അല്ലെങ്കിൽ നമ്മൾ ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഈവനിങ് ടൈമിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഷെയ്ത്താൻ. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലുണ്ട്. യു ക്യാൻ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു ദി ചാനൽ. സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും നല്ല വീഡിയോസ് ഇടാൻ വേണ്ടി എനിക്കൊരു പ്രേരണയാവുമല്ലോ. അപ്പം കീപ് സപ്പോർട്ടിങ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ്.